ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പർച്ചേസിലും, എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്. എടരിക്കോട് സ്പിന്നിംഗ് മില്ലിൽ വീണ്ടും ഉൽപാദനം ആരംഭിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ മില്ലിൽ നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ അരുണാചലം സുകുമാർ ബ്ലോ റൂം സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള എടരിക്കോട് സ്പിന്നിംഗ് മിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 2.5 വർഷമായി അടഞ്ഞുകിടന്നിരുന്ന മില്ലാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. 2023 ഫെബ്രുവരി 22-നായിരുന്നു ഇവിടെ ലേ ഓഫ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ശ്രീമുരുകൻ സ്പിന്നിംഗ് മിൽ അധികൃതരുമായി കമ്പനി കരാറിൽ ഒപ്പുവച്ചിരുന്നു. കരാർ പ്രകാരം ജോബ് വർക്ക് അടിസ്ഥാനത്തിലാണ് കമ്പനി പ്രവർത്തിക്കുക. കഴിഞ്ഞ ദിവസം അസംസ്കൃത വസ്തുക്കളുമായി ആദ്യ ലോഡ് ചരക്ക് എടരിക്കോട് എത്തിയിരുന്നു. തുടർന്ന് ദിനം പ്രതി 2400 കിലോ നൂൽ ഉൽപ്പാദിപ്പിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇതിനാവശ്യമായ സഹകരണം തൊഴിലാളികളിൽ നിന്നും ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. നിലവിൽ താൽക്കാലിക ജീവനക്കാർ അടക്കം 130ഓളം ജീവനക്കാരുണ്ട്. ഉത്സവാന്തരീക്ഷത്തിൽ മില്ലിൽ നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ അരുണാചലം സുകുമാർ ബ്ലോ റൂം സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ എടരിക്കോട് യൂണിറ്റ് മാനേജർ സാജിദ് അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളായ TV സുരേഷ്, CV വിനോദ് കുമാർ, തൊഴിലാളി പ്രതിനിധികളായ U ഇക്ബാൽ, N സിദ്ദിഖ്, അലി കുഴിപ്പുറം, മൂസകുട്ടി എന്നിവർ സംസാരിച്ചു.